നമ്മിൽ പലരും വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കാറുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോഴോ ഉള്ളിലെ ആത്മവിശ്വാസം ചോർന്നു പോകാറുണ്ട്, അല്ലേ? ഇത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ തന്നെ ശക്തമായി അവതരിപ്പിക്കാനും ഏത് സാഹചര്യത്തിലും ആത്മവിശ്വാസം നിലനിർത്താനും സഹായിക്കുന്ന 4 ശക്തമായ മനഃശാസ്ത്ര വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ഒന്നാമത്തെ തന്ത്രമാണ് പവർ പോസ് പരീക്ഷിക്കുക എന്നത്. ഹാർവാർഡ് സർവകലാശാലയുടെ പഠനങ്ങൾ പ്രകാരം നമ്മൾ വെറും 2 മിനിറ്റ് നേരം നെഞ്ചുവിരിച്ച് കൈകളകറ്റി നിവർന്നു നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് വണ്ടർ വുമൺ പോസ് പോലെ, നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിക്കുകയും സമ്മർദ്ദമുണ്ടാക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ കുറയുകയും ചെയ്യും. ഇത് നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയ ആത്മവിശ്വാസമുണ്ടാക്കാൻ സഹായിക്കും. രണ്ടാമത്തെ തന്ത്രമാണ് ചെറിയ വിജയങ്ങളിൽ നിന്ന് തുടക്കം കുറിക്കുക. പെട്ടെന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം ആത്മവിശ്വാസം തകർക്കും. അതിനാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ചെറിയൊരു വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ മുറി വൃത്തിയാക്കുക പോലുള്ള ചെറിയ കാര്യങ്ങളിൽ വിജയം വരിക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഞാൻ ഒരു വിജയിയാണ് എന്ന സന്ദേശം നൽകുകയും ഒപ്പം വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം തരികയും ചെയ്യും. മൂന്നാമത്തെ തന്ത്രമാണ് മെന്റൽ റിഹേഴ്സൽ. ഏത് വലിയ കാര്യത്തിന് പോകുന്നതിന് മുൻപും അത് എങ്ങനെ എനിക്ക് മികച്ച രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് സ്വയം കണ്ണുകളടച്ച് മനസ്സിൽ ഒന്നുകൂടി ഓടിച്ചു നോക്കുക. അത് ചെയ്യുന്നതായി തലച്ചോറ് മുൻകൂട്ടി അറിയുമ്പോൾ യഥാർത്ഥ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരിഭ്രാന്തി ഒഴിവാക്കാനും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അത് ചെയ്യാനും സാധിക്കും. നാലാമത്തെ തന്ത്രം സ്വയം കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക എന്നതാണ്. എനിക്കിത് പറ്റില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ പിന്നിലാണ് എന്ന് നിരന്തരം നമ്മളോട് തന്നെ പറയുന്ന ശീലമാണ് പലർക്കും ഉള്ളത്. മനഃശാസ്ത്രപരമായി ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർക്കും. ഇത്തരം ചിന്തകൾ വരുമ്പോൾ ഉടൻ തന്നെ അതിനെ തിരുത്തി എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിനെ പഠിപ്പിക്കുക. ആത്മവിശ്വാസം എന്നത് ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ചെറിയ ശീലങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഈ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ ഇന്ന് തന്നെ പരീക്ഷിക്കാൻ പോകുന്നത്? കമന്റ് ചെയ്യുക. ഇത്തരം സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.